ഹായ് ഗീസ്, വെൽക്കം ടു മൈ ചാനൽ കണ്ണൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രസക്കാളാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഗുരുവായൂരൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രസക്കാളാനും ചോറൊക്കെ കൂട്ടിയിട്ട് ഊണ് കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ടേസ്റ്റ് നമ്മുടെ വായിൽ എപ്പോഴും പോവില്ല, മറക്കാൻ പറ്റാത്ത ടേസ്റ്റാണത്. അപ്പോൾ അതുപോലെയൊക്കെ ഉള്ളൊരു ടേസ്റ്റുള്ള രസക്കാളാൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണത്. അപ്പോൾ മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. അപ്പോൾ അടിപൊളിയായിട്ടുണ്ടാവും. നമുക്ക് ഓണത്തിന് മാറ്റി നിർത്താൻ പറ്റാത്തൊരു കറിയാണ് നമ്മുടെ രസക്കാളാൻ. അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻ്റായിട്ട് അറിയിക്കുക എങ്ങനെയുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഓക്കെ, വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് രസക്കാളാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: കുമ്പളങ്ങ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടുണ്ട്, പിന്നെ മത്തങ്ങ. എല്ലാം മത്തനും കുമ്പളങ്ങ ഓരോരോ കഷ്ണം മതി, അത് ഒരേ അളവിലെടുക്കുക. എന്നിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കി നുറുക്കി വെക്കുക. പിന്നെ അരയ്ക്കാനുള്ളത് നമുക്ക് തേങ്ങ ഒരു മുടി ചിരവിയത്, 4 പച്ചമുളക്, പിന്നെ ജീരകം. ഇത് മാത്രമേ അരയ്ക്കണ്ടുള്ളൂ. പിന്നെ താളിപ്പിനായിട്ട് നമുക്ക് വറ്റൽമുളകും കരിവേപ്പില എടുത്ത് വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് തൈര്. അത് 1 കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പുളിക്ക് ആവശ്യമായിട്ട് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള രസക്കാളാൻ വെക്കാനുള്ള. അപ്പോൾ ഞാനിവിടെ 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഈ പച്ചമുളകിന് എരിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ 4 എണ്ണം എടുത്തിരിക്കുന്നത്. എരിവുള്ളതാണെങ്കിൽ 2 പച്ചമുളക് മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടിയിൽ വെക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് കട്ടിയുള്ളൊരു പാത്രം എടുത്താലും മതി. അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടില്ല, അതിന് മുമ്പ് ഈ കുമ്പളങ്ങയും മത്തങ്ങയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇതിന് പകരം കുമ്പളങ്ങി മത്തങ്ങയ്ക്ക് പകരം കായ ചേനയൊക്കെ ഇട്ടിട്ടും വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ കുമ്പളങ്ങി മത്തനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് 1 കപ്പ് തൈര് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ ഒഴിച്ചു കൊടുക്കുക. ഗ്യാസ് കത്തിച്ചിട്ടില്ല, അതിന് മുമ്പേ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നമ്മൾ കുമ്പളങ്ങിയും മത്തങ്ങയും പിന്നെ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് 1 കപ്പ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കേട്ടോ, ചെറിയ ടീസ്പൂൺ മതി. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചത്. നല്ല മണം ഉണ്ടാവും, നല്ല ഫ്ലേവറാണ്. അപ്പോൾ ഇതുകൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു സ്പൂണും കൂടി കുരുമുളക് പൊടി. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഈ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ തൈര് ഒഴിച്ചിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കുക. ഇപ്പോഴാണ് കേട്ടോ ഞാൻ ഗ്യാസ് കത്തിച്ചത്. ഇനി ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് വേവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കുരുമുളക് പൊടി ഉലുവപ്പൊടിയൊക്കെ ചേർത്താൽ മാത്രമാണ് ഇതിലതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് വരുള്ളൂ. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നമുക്ക് വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ വേവുമ്പോഴേക്കും നമുക്ക് അരപ്പൊക്കെ റെഡിയാക്കി എടുക്കാം. 4 പച്ചമുളക്, 1 ടീസ്പൂൺ ജീരകം, പിന്നെ 1 മുടി തേങ്ങ. ഇത് നമ്മൾ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല, ഒന്ന് സാധാരണ രീതിയിൽ അരഞ്ഞു കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നമുക്കിത് അരയ്ക്കണമെങ്കിൽ നമുക്ക് ഇതിന് തൈര് വേണം. നമ്മൾ വെള്ളം ചേർത്തിട്ടല്ല അരയ്ക്കണത്. അപ്പോൾ അത് അരയാൻ പാകത്തിന് വേണ്ടിയിട്ട് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തൈര് ഒഴിച്ചിട്ട് വേണം ഇതിൽ അരയ്ക്കാൻ, വെള്ളം ഒഴിക്കാനേ പാടില്ല. അപ്പോൾ നമ്മുടെ ഈ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കഷ്ണങ്ങൾ വേവിക്കാനിട്ടത് വെന്തോന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, തൈര് ഒഴിച്ചിട്ട് എന്തിനാ കഷ്ണങ്ങൾ വേവിക്കാൻ വെക്കണേ, കഷ്ണങ്ങളൊക്കെ വേവുമെന്ന്. കഷ്ണങ്ങളൊക്കെ പാകത്തിന് കറക്റ്റായിട്ട് നന്നായിട്ട് വെന്ത് വരും. പക്ഷേ കഷ്ണങ്ങൾ ഉടയില്ല, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കണം, എന്നാലേ കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ നമ്മുടെ രസക്കാളാൻ. അപ്പോൾ നമ്മളിപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്തോന്നൊന്ന് നോക്കാം. അപ്പോൾ കണ്ടോ, നമ്മൾ ആകെ 1 കപ്പ് തൈരും പിന്നെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ രസക്കാള എന്ന് പറയുന്നത് അത്ര
വെള്ളമായിട്ടുണ്ടാവില്ല, ഒരു ഒഴിച്ചുകൂട്ട് കറിയായിരിക്കും. അപ്പോൾ കണ്ടോ വെള്ളമൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട്, പക്ഷെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞിട്ടുമില്ല, എന്നാൽ വെന്തിട്ടുമുണ്ട്. ഈ പാകമാകുമ്പോൾ നമ്മുടെ അരപ്പ് ചേർക്കാം. അപ്പോൾ ഇനി നമ്മൾ തീ ഒന്ന് കുറച്ച് കൊടുക്കാം. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഉപ്പ് പോരാ, നമുക്കപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളിപ്പോൾ അരപ്പ് ചേർത്തിട്ടുണ്ട്. അരപ്പ് ചേർത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം ഒന്ന് പോണ വരെ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിക്കാം. തിളപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വറുത്തിടാം കേട്ടോ. അപ്പം നമ്മുടെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്തിട്ട് നമുക്കിത് മൂടി വയ്ക്കാം. ഇനി അടുത്തത് നമുക്ക് താളിക്കാം കേട്ടോ. കറി താളിച്ചിട്ട് ഇതിൽ വറുത്ത് കോരിയിടാം. അപ്പം ഇനി നമുക്ക് താളിക്കാനുള്ള നോക്കാം. വെളിച്ചെണ്ണയിൽ വേണം താളിക്കാൻ, അപ്പോഴേ അതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 5-6 ഉണക്കമുളക് മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ താളിപ്പ് റെഡിയായി. അപ്പോൾ നമ്മൾ ഈ താളിച്ച് വെച്ചത് കറിയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ രസകാളൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണോ, നമ്മുടെ കഷ്ണങ്ങളൊന്നും തന്നെ വെന്തിട്ട് ഉടഞ്ഞിട്ടില്ല, കഷ്ണങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ രസകാളൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല ചൂടാണ് കേട്ടോ. നമ്മുടെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞിട്ടില്ല കേട്ടോ. കണ്ടോ, കഷ്ണങ്ങളൊന്നും ഉടഞ്ഞിട്ടില്ല കണ്ടോ, അതേപോലെ തന്നെ ഉണ്ട് കഷ്ണങ്ങളൊക്കെ. പക്ഷെ നല്ല ചൂടാണ്. ഞാനപ്പോൾ ഈ ചാറ് മാത്രം ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. പാകത്തിന് പുളിപ്പും എരിവും ഉപ്പൊക്കെ ഉണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കിയും കൊണ്ട് പറയല്ല, നന്നായിട്ടുണ്ട്. പിന്നെ പച്ചമുളക് 4 ഞാൻ ഇട്ടത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കുറയ്ക്കാം കേട്ടോ. നമ്മളിതിൽ ഉലുവ പൊടിച്ചതും പെപ്പർ പൊടിയൊക്കെ ചേർത്തിട്ടില്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ഇതിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊന്ന് കഴിച്ചു നോക്കാം എന്തായാലും. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇതേപോലത്തെ രസകാളൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ രസകാളൻ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ.